ചേച്ചി കൂടി അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ശരി, നീ ഇപ്പൊ പോയിനെ. അച്ഛൻ വന്ന ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാം. താങ്ക്സ് ചേച്ചി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. വാ വാ. നാളെ സഞ്ചയനത്തിലൂടെ വലിയ തിരക്കായിരിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാ ഇന്ദ്രന് സമയമില്ലാന്ന് പറഞ്ഞപ്പോ സുധനയും കൂട്ടി ഞാനിങ്ങി വന്നത്. അല്ല, തിരക്കൊക്കെ ഇന്ന് തന്നെ തുടങ്ങി. ബന്ധുക്കളും നാട്ടുകാരും അടക്കം 250 പേര് എന്തായാലും സഞ്ചയനത്തിന് കാണും. പുറത്ത് പണിക്കാരുടെയും മറ്റും ബഹളമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞത്. അത് നന്നായി. ഇവിടെ ആവുമ്പോ സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാലോ. അല്ല, ഞാൻ സുധനെ ശരിക്കും പരിചയപ്പെടുത്തിയില്ലല്ലോ. വകയില് ഇവൻ എന്റെ സഹോദരനായിട്ട് വരും. അപ്പോ സത്യന്റെ അമ്മാവന്റെ സ്ഥാനം. പാലക്കാട് വലിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാ. ഇപ്പൊ അതൊക്കെ വിട്ടുവന്ന് നമ്മുടെ നാട്ടില് ജീവിക്കാ. ബിസിനസ് വേണ്ടെന്ന് വെച്ച് വന്നതൊന്നും അല്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർമാര് ചതിച്ചു പുറത്താക്കിയപ്പോ എല്ലാം നഷ്ടപ്പെട്ട് നാട് വിട്ടു വന്നതാ. പുതിയ സ്ഥലത്ത് നിലനിന്ന് പോവാൻ എന്നെ സഹായിച്ചത് ഈ സുശീലയും മക്കളുമാ. ഇപ്പോ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഈ സുധൻ ഇങ്ങനെയാ. പണ്ട് വലിയ ആളായിരുന്നുള്ള ഭാവമൊന്നും ആരോടും കാണിക്കില്ല. എല്ലാം അങ്ങ് തുറന്നു പറയും. ബന്ധുക്കളാവാൻ പോകുന്നവരോട്